പരിസരവാസികൾ ആരോപിക്കുന്നത് ഹരിശ്രീ ഹോസ്പിറ്റലിനകത്തുള്ള മനുഷ്യ വിസർജ്യം പൈപ്പിട്ട് ഈ ഓടയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് പൊതുജനം അറിയാതിരിക്കുന്നതിന് വേണ്ടി ഓടയുടെ മുകൾ ഭാഗം ഹരിശ്രീ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ സ്വന്തം ചെലവിൽ ആ ഓട അടച്ചിട്ടിരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്ലാബ് ഇളക്കി മാറ്റിയാൽ പൊതുജനത്തിനും അധികാരികൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ ഓടയിലേക്ക് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനുഷ്യ വിസർജ്യം ഓടയിൽ തള്ളിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിനാകെ തന്നെ പകർച്ചവ്യാധി വരത്തക്ക തരത്തിലുള്ള ഇത്തരം പ്രവണതകൾ അധികാരികൾ ശ്രദ്ധിക്കുക. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഭയങ്കര ഇങ്ങനെ ഇതിനകത്ത് വോട്ടെടുത്ത് സാക്ഷി ടി വി കൊണ്ടുവന്ന ഈ വാർത്ത ആദ്യഘട്ടങ്ങളിൽ ഹരിശ്രീ മാനേജ്മെന്റ് ശക്തമായി എതിർത്തു എങ്കിലും പൊതുപ്രവർത്തകരുടെയും ജനങ്ങളുടെയും ശക്തമായ എതിർപ്പുകൾ വന്നപ്പോൾ അത് മാനിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ ചെലവിൽ തന്നെ ഈ PWD ഓടയിൽ സ്ഥാപിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾക്കുള്ള പ്രശ്ന പരിഹാരത്തിന് മുന്നോട്ട് വന്ന ഹരിശ്രീ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഈ നിലപാടിനെ സാക്ഷി ടി വി പ്രശംസിക്കുന്നു. ചടയമംഗലം പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ജനകീയ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന ഒരു അലംഭാവം അത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുകയും അതിനുശേഷം ഉറക്കം നടിക്കുകയും ചെയ്യുന്ന അവരുടെ ആ രീതി. അതുപോലെ തന്നെ PWD ഓടയുടെ മുകളിൽ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത്, ഇതൊക്കെ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്തെ അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം ജനകീയ വിഷയങ്ങൾ ജനം ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ. ഹരിശ്രീ ഹോസ്പിറ്റലിൽ നിന്നും മനുഷ്യ വിസർജ്യം ഓടയിലേക്ക് തള്ളുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സാക്ഷി ടി വി ഒരു വാർത്ത കൊടുക്കുകയും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ പരിസരവാസികൾ ഇടപെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൻ്റെ പരിഹാരം എന്നുള്ള നിലയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അന്ന് പ്രതികരിച്ച ശ്രീ മഠത്തിൽ മോഹനപിള്ള അദ്ദേഹത്തിൻ്റെ ഇതിനെ സംബന്ധിച്ചുള്ള തുടർ പ്രതികരണം നമുക്ക് ആരായാം. നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ആരോപണം അത് സത്യസന്ധമായിട്ടുള്ള ആരോപണം തന്നെയാണ്. അതിനകത്തുനിന്നുള്ള വേസ്റ്റുകൾ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അത് ഓട വൃത്തിയാക്കുക എന്നുള്ള നിലയിൽ PWD വന്നപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ അറ്റം മുതൽ അങ്ങോട്ടുള്ള ഓട വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ വൃത്തിയാക്കാൻ പറ്റത്തില്ല, ഇന്ന രീതിയിലുള്ള കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വാർത്ത സത്യസന്ധമായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അന്ന് ഞാൻ അതിനകത്ത് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു ചടയമംഗലത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിന് ഇന്നിപ്പോൾ ഒരു ചാനലിൽ, ഒരു ഓൺലൈൻ മീഡിയയിൽ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത, അത് എപ്പോഴും പലതും സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ വളച്ചൊടിച്ചതിൻ്റെ പേരിൽ ഇന്നും കേസുകൾ ചില പാവപ്പെട്ട പിള്ളേരുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഈ വാർത്ത എന്ന് പറയുന്ന സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ്. ആ വാർത്തയ്ക്കകത്ത് വളച്ചൊടിക്കേണ്ട കാര്യം സാക്ഷി ടി വിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ആരുടെ കയ്യിൽ നിന്നും 50 പൈസ പോലും വാങ്ങിക്കൊണ്ട് വാർത്തകൾ വളച്ചൊടിക്കുന്ന സ്വഭാവം എന്തായാലും സാക്ഷി ടി വിക്കില്ല. അത് ഞങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുമാണ്. അത്തരത്തിൽ ചെയ്യുന്നവർക്ക് അതിനെ ചിലപ്പോൾ നൊന്തെന്ന് വരും. അതുകൊണ്ടാണ് അത്തരത്തിൽ വാർത്തകൾ വളച്ചൊടിച്ച് അത് അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വന്നിട്ടുണ്ടല്ലോ, നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ഒരു വാർത്തയായി കഴിഞ്ഞപ്പോഴാണല്ലോ ഈ വേസ്റ്റ് വെള്ളത്തിനെല്ലാം അവിടെ പ്രത്യേകം ടാങ്ക് ഉണ്ടാക്കുകയും കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സംഭവിച്ചതാ. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഈ പൊക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ ഇടിച്ച് റോഡിന്റെ ലെവലിൽ സ്ലാബ് ഇടണം എന്നുള്ള ഒരു തീരുമാനം വന്നത്. ആ കാര്യത്തിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല ഇപ്പോഴും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്. കാരണം എന്തിനാണ് ഒരു ടാങ്ക് പോലെ ഇവിടെ നിർമ്മിച്ചു വെച്ചത്? അങ്ങോട്ട് ഇവിടെ മുതൽ ജംഗ്ഷൻ വരെ ഇല്ലല്ലോ, ടാങ്ക് പോലെ നിർമ്മിച്ച ഒരു സാധനം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ടാങ്ക് പോലൊരു സാധനം നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണമല്ലോ. അത് സത്യസന്ധമായിട്ടല്ലേ റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിനെതിരെ അന്ന് പറഞ്ഞവർക്കെതിരെയും ആണ് നിയമ നടപടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെന്താ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞുകൂടെ? അതിന് നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ആ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങളും തയ്യാറാ. നമ്മളൊരു സ്ഥാപനത്തിന് ഇകഴ്ത്തുന്നില്ല, ഒരു സ്ഥാപനത്തിനെ മോശക്കാരാക്കുന്നില്ല. പക്ഷെ പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ പ്രതികരിക്കും. ഇന്നും പ്രതികരിക്കും, നാളെയും പ്രതികരിക്കും, എന്നും പ്രതികരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചടയമംഗലത്ത് ഒരു ഓടയുമായി ബന്ധപ്പെട്ട് പിന്നെ ചെറിയ വിഷയങ്ങളുണ്ടായി. പക്ഷേ ആ വിഷയങ്ങളുണ്ടായ സമയത്തിന് ഒരു ചാനൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷെ അതിനുശേഷം ഒരു BJPയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ വിഷയം എൻ്റെ മുന്നിലേക്ക് എത്തുകയും ഞാനത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി യഥാർത്ഥ കക്ഷികളുമായിട്ട് സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആ ഓട മാറ്റിക്കൊണ്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സമയത്ത് മറ്റെന്തോ ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അത് പിന്നെ വേറൊരു വഴിയിലേക്ക് കൊണ്ട് പോകുന്ന തലത്തിലേക്ക് വിഷയം എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത ആ സ്ഥലം മാത്രം കൊണ്ട് ഈ വിഷയം പരിഹരിക്കുന്നില്ല. അത് പൂർണ്ണമായും ആ ഓട ചടയമംഗലം ജംഗ്ഷനിൽ കൂടെ പോകുന്ന ഓട പിന്നെ ആറ്റിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള മുഴുവൻ ഓടയും തുറന്നു വെച്ച് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചടയമംഗലം പഞ്ചായത്ത് മുൻകൈ എടുത്താണ് ചെയ്യേണ്ടത്. പക്ഷേ പഞ്ചായത്ത് നിന്നുവരെ ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് BJPക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് 3 മാസം മുമ്പൊരു സാക്ഷി ടിവിയിലൊരു വാർത്ത വന്നിരുന്നു. നമ്മളെല്ലാം ഓട്ടോറിക്ഷക്കാരെല്ലാം പ്രതികരിച്ചതാണ് ഒരു ഓടയുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇന്ന് അത് വൃത്തിയാക്കുന്ന രംഗം കണ്ടു. പക്ഷേ അന്നേ ഇത് ചെയ്തിരുന്നുവെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. എന്തായാലും അത് ഇന്നെങ്കിലും നടപ്പിലാക്കിയതിന് അധികാരികൾക്ക് നന്ദി പറയുന്നു. അതുപോലെ ഈ ചടയമംഗലം ഗാന്ധി പ്രതിമ വരെയുള്ള ഓടകൾ തുറന്ന് ആ മാലിന്യങ്ങളും ആ മണ്ണുകളും നീക്കം ചെയ്യണം. എന്നാലേ ഈ മഴ സമയത്ത് ഇതിനൊരു യഥാർത്ഥ പരിഹാരമാവും. അന്നിതുപോലെ വാർത്ത കൊടുത്തപ്പോൾ പല സൈഡിൽ നിന്നും ഭീഷണികളും ഇതുമെല്ലാം വന്നു. പക്ഷേ ആ ഭീഷണി ചെയ്യാതെ ഇത് അന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത് ജനം അംഗീകരിച്ചാണ്. എന്തായാലും ഇത് ചെയ്തതിന് നല്ല കാര്യം തന്നെയാണ്. തുടർന്നും ഈ ബാക്കിയുള്ള ഈ ഓടയുടെ പണികളും ഈ ഗാന്ധി പ്രതിമ വരെയുള്ള ഓടകൾ വൃത്തിയാക്കണം. അല്ലെങ്കിൽ മഴക്കാലങ്ങളിൽ കടകളിലും കമ്പോളത്തിലും റോഡിലും എല്ലാം പെരുവെള്ളവും മാരകമായ അസുഖങ്ങളും ഉണ്ടാവും. എന്തായാലും ജനങ്ങളുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും ഈ വാർത്ത എത്തിച്ച സാക്ഷി ടിവിക്ക് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ 1000 നന്ദിയും കടപ്പാടും അറിയിച്ചോളും. ഇത്തരത്തിൽ ഹരിശ്രീ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ളൊരു പരാതി സാക്ഷി ടിവിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. ആ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോഴാണ് രാത്രിയുടെ മറവിൽ ഹോസ്പിറ്റലിലെ ഈ ഓടയിലേക്ക് തള്ളിയ മാലിന്യങ്ങൾ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നു. അതിനുവേണ്ടി വാഹനങ്ങൾ കൊണ്ടുവന്ന പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇവിടുത്തെ പൊതുജനവും പരിസരവാസികളും അത് തടയുന്നത്. ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് സാക്ഷി ടി വി വരികയും ആ വാർത്ത ജനമധ്യത്തിൽ എത്തിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പരിശ്രമിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്.
പക്ഷമില്ലാത്തവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ശബ്ദമായി മാറുന്ന സാക്ഷി TV, ആ സാക്ഷി TV കൊടുക്കുന്ന ഇത്തരം ജനീയ വിഷയങ്ങൾ ആരുടെയോ പ്രലോഭനങ്ങൾ കൊണ്ടോ സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ ഇത്തരം ജനകീയ വിഷയങ്ങളിൽ നിന്നും സാക്ഷി TV പിന്മാറുന്നതല്ല. അപ്പൊ അത്തരത്തിൽ ഈ വിഷയങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇതിന്റെ മാനേജ്മെന്റ് ഈ വിഷയം പരിഹരിക്കുന്നതിന് പകരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇത് വസ്തുതാ വിരുദ്ധമാണെന്നും ഇതിൽ യാതൊരുവിധ സാക്ഷി TV ഉന്നയിച്ച വാർത്തയ്ക്ക് യാതൊരു സത്യസന്ധതയും ഇല്ല എന്നുള്ള തരത്തിൽ ഒരു മാധ്യമ ചാനൽ വഴി വാർത്ത കൊടുത്തു. മാധ്യമധർമ്മം എന്നുള്ള നിലയിൽ സാക്ഷി TV എപ്പോഴും നിൽക്കുന്നത് വ്യക്തി താല്പര്യങ്ങൾക്കോ സ്വാർത്ഥതകൾക്കോ വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുന്നവരല്ല സാക്ഷി TV. എന്നാൽ ഈ മാധ്യമധർമ്മത്തെ മുഖവിലേക്കെടുക്കാതെ ചില വ്യക്തി താല്പര്യങ്ങളുടെ പേരിലും ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലും ചില സാമ്പത്തിക ഇടപാടുകളുടെ പേരിലും വാർത്തകൾ വളച്ചൊടിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകർക്കും പറ്റുന്ന രീതിയല്ല. അത്തരം പ്രവണതകൾ മാധ്യമരംഗത്ത് നിൽക്കുന്നവർ തടയപ്പെടണം. അത്തരം പ്രവർത്തനങ്ങളെ ഈ രംഗത്ത് നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്തുവാനും തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തുടർ ദിവസങ്ങളിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നിയമ നടപടികളുടെ പേരിലോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭീഷണികളുടെ പേരിലോ ഇത്തരം വാർത്താ രംഗങ്ങളിൽ നിന്നും സാക്ഷിയെ ഒരു ശക്തിക്കും പിന്നോട്ടടിപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഭയം ജനങ്ങളെയാണ്. ജനങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ പിന്തുണയോടെ ഇത്തരം ജനകീയ വിഷയങ്ങൾ തുടർന്നും നടത്തും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.